അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം തീരുമാനമായി. പാലക്കാട്ട് 18,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. ചേലക്കരയിൽ അത്ര തന്നെ എത്തിയില്ല എങ്കിൽ പോലും UR പ്രദീപ് 12,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. വയനാടിനെക്കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. 4 ലക്ഷവും കടന്ന് പ്രിയങ്ക ഗാന്ധി മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് മൂന്നും ഏറെക്കുറെ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിധിയെഴുത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ തന്നെ ഇതേ വേദിയിൽ ഇതേ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതാണ്. ലഗ്നാലും ചന്ദ്രാലും പാലക്കാട്ട് രാഹുലിനാണ് സാധ്യത. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കൊണ്ട് ഇല്ലെങ്കിലില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. ഏതാണ്ട് 10,000-ൽ കൂടിയ ഭൂരിപക്ഷമാണ് ഞാൻ പ്രതീക്ഷിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 18,000-നും മീതെ എത്തിക്കാൻ സാധിച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് ചിട്ടയായ പ്രവർത്തനം ആദ്യം മുതലേ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലക്കാരനാണെങ്കിലും പാലക്കാടിനെ 3 തവണ പ്രതിനിധീകരിച്ച സാക്ഷാൽ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യാവസാനം ഉണ്ടായിരുന്നുകൊണ്ട് പാലക്കാടിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ രാഹുൽ വളരെ പെട്ടെന്ന് സുപരിചിതനായി മാറി. ഷാഫിക്ക് കിട്ടിയ അതേ സ്നേഹവും വാത്സല്യവും പാലക്കാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പത്തനംതിട്ടക്കാരനായ രാഹുലിനും കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച വിദ്യാസമ്പന്നനായ യോഗ്യനായ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി CPMകാർ പലവിധ അഭ്യാസങ്ങൾ പറ്റി, നമുക്കറിയാവുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു നീല ട്രോളി ബാഗ് കൊണ്ടുവന്ന് കള്ളപ്പണത്തിൻ്റെ ആരോപണം ഉന്നയിച്ചാൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും വരുന്ന സരിനെ കൂറുമാറ്റി അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചായിരുന്നു. അതിനൊടുവിൽ ഈ സുപ്രഭാതം സിറാജ് പത്രങ്ങളിൽ കൊടുത്ത പരസ്യം ഇതൊക്കെ ഉണ്ടായിട്ടും ഓരോ ഘട്ടത്തിലും രാഹുലിൻ്റെ ജനപിന്തുണ വർദ്ധിക്കുകയാണ് ചെയ്തതല്ലാതെ കുറയുകയല്ല. അങ്ങനെ ഷാഫിയുടെ സതീശൻ്റെ വളരെ ശക്തമായ സഹായത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടിൽ നിന്ന് വിജയിച്ചിരിക്കുകയാണ്. 2ാം സ്ഥാനത്ത് BJP ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു മണ്ഡലമാണ് പാലക്കാട്. പ്രത്യേകിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അവർക്ക് സാമാന്യം മേൽക്കൈ ഉണ്ട് എന്നാണ് കരുതപ്പെട്ടത്. ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 9,000-ഓളം ഭൂരിപക്ഷം കിട്ടിയതാണ് മുനിസിപ്പാലിറ്റിയിൽ. പക്ഷേ അടുത്തുള്ള 3 പഞ്ചായത്തുകളോട് കൂടി ഷാഫി പറമ്പിലിനെ 3,000-ൽ പരം വോട്ടിന് വിജയിപ്പിച്ചു. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ചില സന്ദർഭങ്ങളിലൊക്കെ മുന്നിട്ടു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിന് വളരെ ശക്തമായൊരു ലീഡ് കൈവരിക്കാൻ കഴിഞ്ഞില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു 8,000 വോട്ടെങ്കിലും ലീഡ് കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ടേക്ക് നോക്കാൻ പറ്റുമായിരുന്നു. അതൊരിക്കലും കിട്ടിയില്ല എന്ന് മാത്രമല്ല, മുനിസിപ്പാലിറ്റിയിലെ വോട്ട് മുഴുവൻ എണ്ണി കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിനേക്കാൾ മികച്ച ലീഡ് രാഹുൽ കൈവരിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ പഞ്ചായത്തിലേക്ക് പോയപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് പുഷ്പം പോലെ പാസ്സായിരിക്കുകയാണ്. ഇനി രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടുകാരുടെ MLA ആയിട്ട് മാറണം. പത്തനംതിട്ടക്കാരനായ രാഹുൽ പാലക്കാട്ടുകാരനായ രാഹുലായിട്ട് മാറാതെ പറ്റുകയില്ല. പണ്ട് നമ്മുടെ പന്തള സുധാകരൻ വണ്ടൂർ പോയി മത്സരിച്ച് ജയിച്ച സമയത്ത് അദ്ദേഹത്തിന് CH മുഹമ്മദ് കോയ കൊടുത്ത ഒരു ഉപദേശമുണ്ട്. അത് രാഹുലിൻ്റെ കാര്യത്തിലും പ്രസക്തമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. സുധാകരനോട് CH പറഞ്ഞത്, സുധാകര, നീ വണ്ടൂരിൽ നിന്നൊരു കല്യാണം കഴിക്കുക, എന്നിട്ട് നിൻ്റെ പേര് വണ്ടൂർ സുധാകരൻ എന്നാക്കി മാറ്റി. പക്ഷേ ഈ പന്തള സുധാകരൻ ഒരു കുരുത്തമില്ലാത്തവനായതുകൊണ്ട് പുള്ളി ചേലക്കരയിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. പേര് പന്തള സുധാകരൻ എന്ന് തന്നെ നിലനിർത്തുകയും ചെയ്തു. അതുകൊണ്ട് അവസാനം ഈ വണ്ടൂർ സീറ്റിൽ സുധാകരൻ തോറ്റുപോയി. അതുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല, സുധാകരൻ തോറ്റുപോയി എന്നുള്ളൊരു സത്യമാണ്. വണ്ടൂരിൽ അതിന് മുമ്പ് അതിന് ശേഷമോ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി തോറ്റിട്ടില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ഞാനിതിപ്പോൾ രാഹുലിനോട് പറയുന്നത് തെറ്റിദ്ധാരണയ്ക്കിട വരുത്തുകയില്ല എന്ന് വിചാരിക്കുന്നു. പാലക്കാട്ടുകാരനായിട്ട് മാറണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മാത്രമാണ്. ചേലക്കരയിലേക്ക് വരുമ്പോൾ രമ്യ ഹരിദാസ് ജയിക്കാനുള്ള സാധ്യത വളരെ വിദൂരമായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ അവർക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടായിരുന്നു. ഒന്നാമത് അൻവർ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. ആ സ്ഥാനാർത്ഥി മൂക്ക് മുറിച്ച് ശകുനം മുടക്കാൻ നിന്നാണെങ്കിൽ പോലും ആ ഒരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം വളരെ പ്രധാനമായിരുന്നു. അതുപോലെ തന്നെ ഷാജൻ സ്കറിയയുമായിട്ട് രമ്യ ഹരിദാസിനുണ്ട് എന്ന് പറയപ്പെടുന്ന സൗഹൃദം, ഇവർ രണ്ടുപേരും കൂടി യോജിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ CPMകാർ മണ്ഡലത്തിലെമ്പാടും പ്രചരിപ്പിച്ചു. അതുകൊണ്ട് മണ്ഡലത്തിൽ സാമാന്യമായിട്ടുള്ള മുസ്ലിം വോട്ടുകൾ രമ്യയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു. അൻവറാണെങ്കിൽ ആ ഭാഗത്തേക്ക് വളരെ ശക്തമായിട്ട് പ്രചരണം നടത്തിച്ചു. അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം BJPയുടെ വോട്ടുകൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ്. 33,000 വോട്ട് BJPക്ക് കിട്ടി. അതിൽ തന്നെ നല്ലൊരു ഭാഗം ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചതാണ്, കോൺഗ്രസിൻ്റെ നിന്ന് പോയതാണ്.
അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ UR പ്രദീപ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. സത്യം പറഞ്ഞാൽ കെ രാധാകൃഷ്ണനേക്കാളും നല്ല സ്ഥാനാർത്ഥിയാണ് പ്രദീപ്. പ്രദീപ് MLA ആയിരുന്ന 5 കൊല്ലത്തിലാണ് ഈ ചേലക്കര മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നത്. അതിനുമുമ്പ് വളരെ പ്രാകൃതാവസ്ഥയിലുള്ള ഒരു സ്ഥലമായിരുന്നു ചേലക്കര. പ്രദീപിൻ്റെ കാലത്തിന് ശേഷം രാധാകൃഷ്ണൻ മന്ത്രിയായതിനു ശേഷവും അവിടെ പ്രത്യേകിച്ച് യാതൊന്നും നടന്നില്ല. അതുകൊണ്ടാണ് ചേലക്കര നമ്മളിപ്പോൾ കാണുന്ന ഒരു രൂപത്തിലായി തീർന്നത്. കുണ്ടുകുഴിയുള്ള റോഡുകൾ, അതുപോലെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ടുള്ള പ്രദേശമാണ്. വികസനം എന്നുള്ളത് ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പ്രദീപ് വീണ്ടും MLA ആയിട്ട് വരികയാണ്. പ്രദീപിന് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു MLA എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രദീപിനെ അഭിനന്ദിക്കുന്നു. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം പ്രത്യേകം പറയാനൊന്നുമില്ല. പ്രിയങ്ക ഗാന്ധിയാണ് സ്ഥാനാർത്ഥി എന്ന് കേട്ടപ്പോൾ തന്നെ അവരുടെ വിജയം ഉറപ്പായിരുന്നു. പാവം സത്യം മൊകേരി അവിടെ പോയി മത്സരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ AISFൻ്റെ AIYFൻ്റെ ഏതെങ്കിലും ചെറുപ്പക്കാരെ മത്സരിപ്പിച്ചാൽ മതി. അതിന് പകരം സത്യൻ മൊകേരി അവിടെ സ്ഥാനാർത്ഥിയാക്കി. സത്യൻ മൊകേരിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല CPMകാർ പ്രചരണമായിട്ട് തീരെ സഹകരിച്ചില്ല. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പോലും എത്തിയില്ല. ഇനി അഭ്യർത്ഥന എത്തിയാൽ എന്ത് സംഭവിക്കുന്നുള്ള വേറെ കാര്യമാണ്. എങ്കിൽ പോലും അത്രയും നിർജ്ജീവമായിരുന്നു അവിടുത്തെ പ്രവർത്തനം. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇങ്ങനെ ആകാശത്തോളം ഉയർന്ന് മുട്ടാൻ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. LDFൻ്റെ സീറ്റ് LDF നിലനിർത്തി, UDFൻ്റെ സീറ്റ് UDF മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ നിലനിർത്തി. വയനാട് സീറ്റ് രാഹുൽ ഗാന്ധിയുടെ സീറ്റ് സഹോദരി പ്രിയങ്ക ഗാന്ധിയെ നിലനിർത്തി. അപ്പോൾ ഒരു സ്റ്റാറ്റസ് കോ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകളാണ് അടുത്ത വർഷം. അത് 2025 അവസാനം ഡിസംബറിലായിരിക്കാം. അത് കഴിഞ്ഞ് കൃത്യം 4 മാസം അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിൽ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. അതാണ് ശരിക്കുള്ള ഫൈനൽ. അപ്പോൾ ആ ഫൈനലിലേക്ക് വേണ്ടി ഓരോ പാർട്ടികളും ഓരോ മുന്നണികളും തയ്യാറെടുപ്പുകൾ ആരംഭിക്കേണ്ട സമയമാണ്. ഇനി കുരുക്ഷേത്രത്തിൽ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.